സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. വെളുപ്പിക്കാൻ ശ്രമിച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് കുരുക്ക് വീണ്ടും മുറുകുകയാണ്. തുടർച്ചയായ തിരിച്ചടികളും കിട്ടുകയാണ്. രാഹുലിന്റെ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും വ്യക്തമാവുകയാണ്. എന്തായാലും അതിജീവിതയെ കണ്ടെന്ന മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയുടെ വെളിപ്പെടുത്തൽ ഈ കേസിൽ നിർണായകമായി തന്നെ മാറിയിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഗർഭമലസിപ്പിക്കൽ കേസ് ഇല്ല എന്നും അങ്ങനെ ഒരു ഇരയെ ഇല്ല എന്നും പറഞ്ഞവരുടെ മിണ്ടാട്ടം തന്നെ മുട്ടിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘവും രാഹുലിനെതിരെ കൂടുതൽ സജീവമായി നീങ്ങുകയാണ്. 3 നിർണായക നീക്കങ്ങളാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. അത് എന്തെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ പുറത്തുവരാൻ കാരണമായ വെളിപ്പെടുത്തൽ നടത്തിയ റിനി ആൻഡ് ജോർജ് സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. അവളോടാണ്: പ്രിയ സഹോദരി, ഭയപ്പെടേണ്ട. വേട്ടപ്പട്ടികൾ കുരയ്ക്കുന്നത് നീ കാര്യമാക്കേണ്ട. നിനക്കൊപ്പം കേരളത്തിന്റെ മനസാക്ഷിയുണ്ട്, ഒരു ജനസമൂഹം തന്നെയുണ്ട്. നീയല്ല കരയേണ്ടത്, നീ ചിരിച്ചുകൊണ്ട് ഈ ലോകത്തെ നേരിടണം. കരയേണ്ടതും ഒറ്റപ്പെടേണ്ടതും വേട്ടക്കാരൻ തന്നെയാണ്. നീ പുറത്തു വരൂ, നിനക്കുണ്ടായ വേദനകൾ സധൈര്യം പറയൂ. നീ ഇരയല്ല, നീ ശക്തിയാണ്, നീ അഗ്നിയാണ് എന്നാണ് റിനി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ലക്ഷ്മി പത്മ കണ്ട അതിജീവിതയ്ക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് റിനിയുടെ പോസ്റ്റ് എന്നതാണ് ശ്രദ്ധേയം. ഇനി രാഹുലിനെതിരായ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ നീക്കങ്ങളിലേക്ക് പോയാൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 കാര്യങ്ങളിലേക്കാണ് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത്. അതിലൊന്ന്, പരാതിക്കാരുടെ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലും മറ്റും പരാതി നൽകിയവരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തുടങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ്. മറ്റൊന്ന്, രാഹുൽ പെൺകുട്ടികളെ ശല്യം ചെയ്തെന്ന കേസിൽ പ്രതിയാണെന്ന കാര്യം നിയമസഭാ സ്പീക്കറെ രേഖാമൂലം ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചു എന്നതാണ്. ഈ മാസം 15-ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് രാഹുൽ ഈ കേസിൽ പ്രതിയാണെന്നുള്ള കാര്യം അറിയിച്ചത് എന്നത് തീർച്ചയായും നിയമപരമായ ഒരു നടപടിക്രമം എന്നതിനപ്പുറം സർക്കാരിന്റെ രാഷ്ട്രീയമായ ഒരു നീക്കം കൂടി അതിനെ വിലയിരുത്താം. ക്രൈംബ്രാഞ്ചിന്റെ നടപടികളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പക്ഷേ ഇതൊന്നുമല്ല. നിർണായകമായ കാര്യം മൂന്നാമത്തേതാണ്. അതിജീവിതയെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഉയർന്ന 4 വനിതാ മാധ്യമ പ്രവർത്തകരെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ലക്ഷ്മി പത്മ കണ്ട അതിജീവിതയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് സജീവമായ ശ്രമവും നടത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വല്ലാതെ ന്യായീകരിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെയാണ്. ആസൂത്രിതമായി തന്നെ ന്യായീകരണ പോസ്റ്റുകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, രാഹുലിനെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാക്കൾ കൂടുതൽ പേർ രംഗത്തെത്തുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് പിന്നാലെ MM ഹസനും അടൂർ പ്രകാശും ഒക്കെ രാഹുലിന് വേണ്ടി രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടു. കോൺഗ്രസിനുള്ളിൽ രാഹുൽ വിഷയത്തിലെ പ്ലേറ്റ് തിരിയുന്നതായാണ് കണ്ടത്. അതിനെ ആ രീതിയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. രാഹുലിനെതിരെ സംസാരിച്ച നേതാക്കൾ നിശബ്ദരാവുകയും ചെയ്തു. രാഹുലിനെതിരെ എടുത്ത നടപടി വളരെ വേഗത്തിലായിപ്പോയെന്നും രാഹുലിനെ ആദ്യമേ കുറ്റക്കാരനാക്കിയെന്നും ആരോപിച്ച് A ഗ്രൂപ്പും, അതായത് വിശാല A ഗ്രൂപ്പും രംഗത്തെത്തി. സതീശൻ ആദ്യമേ രാഹുലിനെ കുറ്റക്കാരനാക്കിയാണ് പൊതുമധ്യത്തിൽ സംസാരിച്ചത് എന്നുള്ള ഒരു പരാതിയാണ് ഈ A ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സതീശൻ എടുത്ത നിലപാടാണ് പാർട്ടിയെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധിച്ചത് എന്നാണ് സതീശന്റെ അനുകൂലികൾ പറയുന്നത്. എന്തായാലും രാഹുലിനെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ അനുകൂലിച്ച് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. ഒപ്പം കോൺഗ്രസ് സൈബർ ടീം ഒന്നാകെ രാഹുലിന് വേണ്ടി ഇപ്പോഴും വാദിക്കുന്നു എന്നതും നമ്മൾ കാണണം. പക്ഷേ അപ്പോഴും പുതിയ സംഭവ വികാസങ്ങൾ മറ്റൊരു രീതിയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. വെളുപ്പിക്കാൻ ശ്രമിക്കുന്തോറും കുരുകുന്ന അവസ്ഥയിലാണ് രാഹുലിന്റെ കേസ് ഉള്ളത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഈ സാഹചര്യത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ലേഖനം വളരെ ശ്രദ്ധേയമാണ്. തീർച്ചയായും കേരളത്തിന്റെ പൊതുസമൂഹം വായിക്കേണ്ട ഒരു ലേഖനമാണിത്. ദീർഘമായ കുറിപ്പാണ്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അതിഭയങ്കരമായ ഒരു ഗൂഢാലോചനയുടെ ഇരയായി അപമാനിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ഒറ്റപ്പെടുകയും കഷ്ടപ്പെട്ട് നേടിയെടുത്ത സ്ഥാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് ധീര രക്തസാക്ഷിയും ലോകത്തിന്റെ പാപങ്ങൾ നീക്കാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടും കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും വിശുദ്ധനുമായി പ്രഖ്യാപിച്ചേനെ ലക്ഷ്മി പത്മയുടെ ഇന്നലത്തെ പോസ്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് KJ ജേക്കബ് ഈ കുറിപ്പ് തുടങ്ങുന്നത്. നമ്മുടെ കൺമുന്നിൽ നടന്ന ഒരു മനുഷ്യവേട്ട
ഒരു കഥ മാത്രമാവുകയും റോളുകൾ മാറി മറിയുകയും ചെയ്തേനെ. നന്ദി ലക്ഷ്മി. നിങ്ങളുടെ പോസ്റ്റിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ വരുന്ന കഥകൾ വിശ്വസിക്കാൻ ആളുണ്ട് എന്ന് കണ്ട് ഞാനും ഒന്ന് ഞെട്ടി. നിസ്സാരമായി എടുക്കണം എന്ന് പറയുന്നില്ല, സാരമായി എടുക്കരുത് എന്ന് പറയാമല്ലോ എന്ന് KJ ജേക്കബ് കുറിക്കുന്നു. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു സോഷ്യോപാത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നമ്മുടെ നാട്ടിൽ പറഞ്ഞു കേൾക്കാത്ത അതിഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള ആക്ഷേപങ്ങളാണ് അയാൾക്കെതിരെ പല സ്ത്രീകളും ഉന്നയിച്ചത്. അതിൽ ഒരെണ്ണം മാത്രമാണ് അയാൾ ഇതുവരെ നിഷേധിച്ചത്. അയാൾ നിഷേധിക്കുക പോലും ചെയ്യാത്തിടത്തോളം ആ ആരോപണങ്ങൾ വെച്ചല്ലാതെ അയാളെ വിലയിരുത്താൻ സാധിക്കില്ല എന്നാണ് KJ ജേക്കബ് എഴുതുന്നത്. കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പുറത്താക്കിയ അത്തരം ഒരു വേട്ടക്കാരനെ മലയാളത്തിൽ ന്യായീകരിക്കാൻ ആളുകളുടെ ഒരു പടയുണ്ട്. അയാളെ എതിർക്കുന്നവരെ ആക്ഷേപിക്കാൻ വേറൊരു പടയുമുണ്ട് എന്നത് അയാളും അയാളുടെ പിന്തുണക്കാരും ചേർത്തുണ്ടാക്കിയ ഒരു ക്രിമിനൽ ഗ്യാങ്ങിന്റെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നതിൻ്റെ തെളിവാണ്. അവരുടെ ശബ്ദത്തിന് കനം കൂടിക്കൂടി വരുന്നു. അയാളെ പുറത്താക്കിയ കോൺഗ്രസ് നേതാക്കളുടെ സ്വരം മാറുന്നു. ചിലർ നിശബ്ദരാകുന്നു. അത് നമ്മളെ ഭയപ്പെടുത്തേണ്ടതാണ്. അവരുടെ രീതികളും എന്താണ് ഈ കൂട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് KJ ജേക്കബ് ചോദിക്കുന്നത്. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ പരാതി പറയാൻ സമയമെടുക്കുന്നു എന്നത് ലോകമെങ്ങും നടക്കുന്ന കാര്യമാണ്. അതിന് കാരണങ്ങളുമുണ്ട്. അതൊന്നും മനസ്സിലായില്ല എന്ന് നടിച്ച് സ്ത്രീകളെ ഈ കൂട്ടർ ആക്ഷേപിക്കുന്നു. നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് അയാളുടെ പദവി നൽകുന്ന സൗകര്യവും സംരക്ഷണവും ഉപയോഗിച്ച് വേട്ടയാടി വീഴ്ത്തിയ സ്ത്രീകളെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ ഒഴിവ് സമയങ്ങളിൽ നമ്മളെ രാഷ്ട്രീയവും സംസ്കാരവും പഠിപ്പിക്കാൻ ഇറങ്ങുന്ന ഒരാളെങ്കിലും ഉണ്ട് എന്നത് ക്രൂരമായ ഒരു സത്യമാണ്. അമ്മാതിൽ തോന്യാസം പറഞ്ഞ സാമൂഹ്യ അശ്ലീല നാമരൂപത്തെ വെള്ളപൂശി 5 പേജ് ഉപന്യാസം എഴുതാൻ പണ്ട് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നും അദ്ദേഹം എഴുതുന്നു. ബലാത്സംഗത്തിന് ന്യായമായി പറയുന്ന സൂചിയിൽ നൂല് കോർക്കുന്ന ഇമേജറിയെ ഉപയോഗപ്പെടുത്തുന്ന പരമനാരികൾ ഇക്കാലത്തും നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് അദ്ദേഹം കുറിക്കുന്നു. ഇത് നമുക്കിപ്പോഴും മനസ്സിലായി കാണുമല്ലോ എന്നും അദ്ദേഹം കുറിക്കുന്നു. സമ്മതം അഥവാ കൺസെന്റ് എന്ന സംജ്ഞ നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നത് തന്നെ അത്യന്തം വിവേചനപരമായ കാഴ്ചപ്പാടുകൾക്കും ഇമാതിരി പ്രയോഗങ്ങൾക്കുമെതിരെ ആധുനിക അറിവുകളുടെയും മെച്ചപ്പെട്ട ജനാധിപത്യ ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യർ നടത്തിയ നീണ്ടകാല പോരാട്ടത്തിൻ്റെ ഫലമാണ്. ആ ഇമേജറി ഇപ്പോൾ പരസ്യമായി ന്യായീകരിക്കപ്പെടുകയാണ് എന്ന് അദ്ദേഹം എഴുതുകയാണ്. പരസ്പരം സമ്മതത്തോടെയുള്ള മനുഷ്യബന്ധങ്ങളെ വിധിക്കാതിരിക്കുക, സമ്മതം തർക്ക വിഷയമാണ് എങ്കിൽ അധികാരത്തിൻ്റെ ബലാബലം കൂടി നോക്കുക എന്നത് ലോകമെങ്ങും അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. അധികാര ബന്ധങ്ങളിൽ വ്യത്യാസമുള്ള ആളുകൾ തമ്മിലുള്ള ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന കാര്യം നിയമങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള പല കമ്പനികളിലും 2 റാങ്കിലുള്ള മനുഷ്യർ തമ്മിൽ വിവാഹം കഴിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരാൾ രാജിവെക്കണം. അധികാരത്തിൻ്റെയും പദവിയുടെയും ബലത്തിൽ ആളുകളെ കീഴടക്കുന്ന പരിപാടി അംഗീകരിക്കില്ല, അത്ര തന്നെ. അതൊന്നും മനസ്സിലാകാത്തവർ ഒരു സോഷ്യോപാത്തിന് വേണ്ടി നമ്മുടെ നാടിനെ എത്ര വേഗമാണ് പിന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്നത് എന്നാണ് KJ ജേക്കബ് എഴുതുന്നത്. എത്ര വേഗമാണ് സമീകരണ സമവാക്യങ്ങൾ സജീവമാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ലൈംഗിക അതിക്രമ കേസുകൾ നേരിടുന്ന 3 MLA മാർ നമ്മുടെ നിയമസഭയിലുണ്ട്. അതിന്മേൽ നിയമ നടപടികളുമുണ്ട്. അതിലൊന്നും പെടാത്തത്ര ഹീനമായ കാര്യങ്ങൾ ചെയ്തു എന്നാണ് മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അത് പക്ഷേ സമ്മതിക്കാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാധാരണ കാര്യമാണ് ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുന്ന, ക്രൂരമായി സംസാരിക്കുന്ന ഇയാൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുറപ്പിക്കാൻ വലിയ ശ്രമമാണ് നടക്കുന്നത് എന്നാണ് KJ ജേക്കബ് കുറിക്കുന്നത്. പൊറുക്കൽ നീതിയുടെ പ്രവാചകർ വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചവരെ വിചിത്ര രീതിയിൽ അളന്നിടുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ദൗത്യം. സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചപ്പോഴൊന്നും മിണ്ടാതെ ഉരിയാടാതെ ഇരുന്ന ഈ ദൗത്യസംഘം ഇയാൾക്കെതിരെ സമൂഹത്തിലുണ്ടായ എതിർപ്പ് ഗുണപരമായ ഫലം ഉണ്ടാക്കുമെന്ന് കണ്ടപ്പോൾ അടിയൻ ലച്ചിപ്പോവും എന്ന് പറഞ്ഞ് ചാടി വീണിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. നിയമത്തിൻ്റെ സങ്കീർണതകളിൽ കാലുടക്കി വീഴാതെയും പരാതിക്കാരികളുടെ സങ്കടത്തെ മുതലെടുത്ത് സ്വന്തം കാര്യം നേടാൻ നോക്കുന്ന അവസരവാദികളായ 3ാം കക്ഷികളുടെ കുതന്ത്രങ്ങളിൽ അകപ്പെടാതെയും പരാതിക്കാരികളെ സഹായിക്കാൻ ഫെമിനിസ്റ്റ് സംഘങ്ങൾക്ക് കഴിയണം എന്നാണ് നിർദ്ദേശം. ആരാണ് ഈ 3ാം കക്ഷി എന്ന് അദ്ദേഹം ചോദിക്കുന്നു. പെൺകുട്ടികൾക്കൊപ്പം
ഒപ്പം നിന്നവരോ എത്ര പെട്ടെന്നാണ് കഥാപാത്രങ്ങൾ മാറുന്നത് എന്ന് അദ്ദേഹം കുറിക്കുന്നു. എത്ര പെട്ടെന്നാണ് മനുഷ്യരെ നിങ്ങളുടെ അജണ്ട പുറത്തു ചാടുന്നത് എന്നാണ് ഈ സമീപകാല സംഭവ വികാസങ്ങളെ വെച്ചുകൊണ്ട് KJ ജേക്കബ് എഴുതുന്നത്. അദ്ദേഹം പിന്നീട് തുടരുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം കാണാതെ പോകരുത് എന്ന് അദ്ദേഹം എഴുതുന്നു. വയനാട് ഫണ്ട് തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് യൂത്ത് കോൺഗ്രസ്സുകാരാണ്. മാങ്കൂട്ടത്തിൻ്റെ വൈകൃത സ്വഭാവത്തെപ്പറ്റി അന്തരീക്ഷത്തിൽ പറന്നു നടന്ന ഹൂ കേഴ്സ് എന്ന് അയാൾ തന്നെ പുച്ഛിച്ച കാര്യങ്ങളെ കൃത്യമായി അയാളിലേക്ക് എത്തിച്ചത് കോൺഗ്രസ് അനുഭാവിയായ ഒരു സ്ത്രീയാണ്. അത് പുറത്തു വന്നയുടനെ പ്രതികരിച്ചത് കോൺഗ്രസ്സുകാരികളായ സ്ത്രീകളാണ്. രമേശ് ചെന്നിത്തല മുതൽ VD സതീശനും ജോസഫ് വാഴയ്ക്കനും ഉമാ തോമസും ഷാനിമോൾ ഉസ്മാനും അടക്കമുള്ള കോൺഗ്രസ്സുകാരാണ് ഒരു പെൺവേട്ടക്കാരൻ പാർട്ടിയിൽ വേണ്ട എന്ന നിലപാടെടുത്തത്. അവരെയൊക്കെ കടന്നാക്രമിക്കുകയും കടുത്ത നടപടികൾ ഉണ്ടാവുമെന്ന് പരസ്യമായി പറഞ്ഞ സംസ്ഥാന നേതാക്കളെ പോലും നിശബ്ദരാക്കുകയും ചെയ്ത ഒരു കാളി കൂളി സംഘം കോൺഗ്രസിൻ്റെ അജണ്ട നിശ്ചയിക്കും എന്ന അവസ്ഥ ഇപ്പോഴുണ്ട് എന്നാണ് KJ ജേക്കബ് കുറിക്കുന്നത്. അതായിരുന്നില്ല നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം എന്ന കാര്യം ഇനിയും തിരിച്ചറിയാത്ത കോൺഗ്രസ്സുകാർ ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും. കോൺഗ്രസ് നേതാക്കളെ നിശബ്ദരാക്കുന്നതിൽ വിജയിച്ച സംഘം മാധ്യമങ്ങളുടെ നേരെ തിരിയുന്നതും കാണുന്നു. ഈ വിഷയത്തിൽ പോലും മിനിമം റിപ്പോർട്ടിംഗ് മാത്രമാണ് മാധ്യമങ്ങൾ നടത്തിയത് എന്നോർക്കണം. ആളുകൾ മുൻപോട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളല്ലാതെ സ്വന്തമായി അവയുടെ പിറകെ പോയി കൂടുതൽ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം പോലും അവർ നടത്തിയില്ല എന്നത് ഓർക്കണം. റിപ്പോർട്ടർ TVയുടെ ആരാധകനല്ല ഞാൻ, പക്ഷേ അവർക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ആക്രമണം ആസൂത്രിതമാണ്. അവരെയും നിശബ്ദരാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് വേണം കരുതാനെന്ന് KJ ജേക്കബ് കുറിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം കുറിക്കുന്നത്, നമ്മുടെ നാട്ടിൽ സാധാരണ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ സ്വഭാവമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്തതും ചെയ്യപ്പെടാത്തതുമായ കേസുകൾ എന്നോർക്കുക എന്നുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്ന ആരോപണമല്ല ഇയാൾക്കെതിരെ ഉണ്ടാകുന്നത്. ഒരു മുൻ MPയുടെ മകൾക്കെതിരെ ഇയാൾ കാണിച്ച കാര്യങ്ങളുടെ റിപ്പോർട്ടുകൾ എമ്പാടും വന്നിട്ടും ഒരാളും നിഷേധിച്ചിട്ടില്ല എന്നുള്ള കാര്യം KJ ജേക്കബ് ചൂണ്ടിക്കാണിക്കുന്നു. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളാണ്. ഞങ്ങൾക്കും ഈ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് നേതാവായ സ്ത്രീയാണ്. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന കോൺഗ്രസ്സുകാരൊക്കെ നിശബ്ദരാക്കപ്പെടുന്ന കാഴ്ച അപകടകരമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് അദ്ദേഹം കുറിക്കുന്നു. അയാൾക്ക് വേണ്ടി നാണം കെട്ട പ്രതിരോധവുമായി വരുന്നത് കൂലിയെഴുത്തുകാർ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വയം പ്രഖ്യാപിത സ്ഥിരം പ്രമാണിമാരും ഉണ്ട് എന്നത് കാണണം എന്നും അദ്ദേഹം കുറിക്കുന്നു. അവരിറങ്ങി സ്ത്രീകൾ എത്രയോ പതിറ്റാണ്ടുകളിലെ പ്രതിരോധവും സമരങ്ങളും കൊണ്ട് നേടിയ പരിമിതമായ സമത്വ സാഹചര്യങ്ങൾ പോലും റദ്ദ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള കാര്യം ഓർക്കുക. വിഷകന്യകയും സൂചിയും നൂലുമൊക്കെ ന്യായീകരിക്കുന്ന ചരിത്രഹീനന്മാർ തമ്പ്രാൻ വിളിക്കും പാളയിലെ കഞ്ഞിയും കുടിക്കുമെന്ന ന്യായീകരണ സാഹിത്യം എഴുതും അധികം താമസിയാതെ എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. ഇക്കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സാമാന്യബോധത്തെയും സാമൂഹ്യ ബോധത്തെയും നീതിബോധത്തെയും തല കുതിർക്കുന്ന കാര്യത്തിൽ അവർ കാര്യമായി വിജയിച്ചിട്ടുണ്ട് എന്ന് കാണാം. ഇതൊരു സോഷ്യോപാത്ത് പിടിക്കപ്പെട്ടു പോയ സംഭവം മാത്രമല്ല, അയാളെ ന്യായീകരിക്കാനുള്ള ശ്രമത്തിനിടയിൽ എന്നോ കുഴിച്ചിട്ടു എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന സർവ്വ സാമൂഹ്യ വിഷപ്പാമ്പുകളും പുനർജനി പ്രാപിക്കുകയും ആഴത്തിൽ നിന്ന് കയറി വന്ന് നമ്മുടെ സാമൂഹ്യ ഗാത്രത്തെ ആഞ്ഞു ദംശിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ സർവ്വ നന്മകളുടെ മേലും അവ നീല നിറം പടർത്തുന്നുണ്ട്, അതായത് വിഷം പടർത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം കുറിക്കുന്നത്. പിടിച്ചതിനേക്കാൾ വിഷമുള്ളതാണ് അളയിലുള്ളത് എന്ന് കുറിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നറിയിപ്പിന്റെ സ്വഭാവത്തിലുള്ള പോസ്റ്റ് കുറിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ KJ ജേക്കബ് ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചെയ്തികൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടും ചിലർ അയാളെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. അതാണ് KJ ജേക്കബ് സൂചിപ്പിക്കുന്നത്. ആണൊരുത്തൻ എന്ന് പറഞ്ഞ് പ്രകീർത്തിക്കുകയാണ്. അവനെ കുറ്റപ്പെടുത്തുന്നത് പാർട്ടിക്ക് വേണ്ടി നിന്നത് കൊണ്ടാണെന്ന് ന്യായീകരണം ചമയ്ക്കുകയാണ്. തുറന്നു പറഞ്ഞവരെ വീണ്ടും വീണ്ടും മോശക്കാരികളാക്കുകയാണ്. പുറത്തു വന്ന ഫോൺ സംഭാഷണം AI ആണെന്നും അങ്ങനെ ഒരു ഇരയില്ലെന്നും ആവർത്തിക്കുകയാണ് ചിലർ. അതെല്ലാമാണ് കഴിഞ്ഞ ദിവസം മുതൽ പൊളിഞ്ഞു പോയത്. അതായത് ലക്ഷ്മി പത്മ ഇരയെ കണ്ടു എന്ന് പറഞ്ഞത് മുതൽ പൊളിഞ്ഞു പോയത് ഇങ്ങനെയുള്ള വാദങ്ങളാണ്. ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. അതിൽ പ്രമുഖ നേതാക്കളുടെ ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടെന്ന് കേൾക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസ് രാഷ്ട്രീയത്തെ കലക്കി മറിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യമാണ്.
പേജ് 10 സ്റ്റോറീസിലെ വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ ഗ്രൂപ്പിലോ അംഗമാവുക. നന്ദി, നമസ്കാരം.